നമ്മളേവരും ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ കാന്തപുരം അസ്ഹരി ഉസ്താദിൻ്റെ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. ആ സംഭാഷണം അദ്ദേഹത്തിൻ്റെ നിരപരാധികളും പാവങ്ങളും ഹൃദയത്തിൽ വിശ്വാസമുള്ള അനുയായികൾക്ക് പോലും ദഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ലോകത്താർക്കും ദഹിക്കുന്നതല്ല ആ സംഗതി. അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് ഇങ്ങനെ അല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിച്ചതുമില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ മനോഹരമായ ആ വാക്കുകൾ, വളരെ മൃദുവായ ആഴത്തിലുള്ള ഗാംഭീര്യം നിറഞ്ഞ അർത്ഥവത്തായ ആ വാക്കുകളൊന്ന് കേൾക്കാം. തിന്മയുടെ കൂട്ടാളികളോട് നാം രാജിയാവുക, അനധികൃതമായി രാജ്യങ്ങൾ കടന്ന് ആക്രമിക്കുക, മറ്റു രാജ്യങ്ങളെ ദ്രോഹിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ലാത്തതാണ്. ഇതാണ് അതിൻ്റെ ഒന്നാമത്തെ ഭാഗം. അതിലാർക്കും വിയോജിപ്പുണ്ടാവില്ല. അന്യരാജ്യങ്ങളെ അതിർത്തി കടന്ന് ആക്രമിക്കാതിരിക്കുക, അവരെ പിന്നെന്താ പറയുന്നത്, അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക, എല്ലാ രാജ്യത്തിൻ്റെയും പരമാധികാരം എല്ലാവരും സൂക്ഷിക്കുക, ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെയാണ് അദ്ദേഹം ഈ പൊടിയിട്ട് മയക്കി പറയുന്നത്. ആദ്യഘട്ടത്തിൽ അദ്ദേഹം അതിന് പൊടി വിതറിയത്. ഇനി അതിൻ്റെ രണ്ടാമത്തെ ഭാഗം കേൾക്കുക. മുസ്ലിം രാജ്യങ്ങളെ തന്നെ ആക്രമിക്കുന്നു എന്ന് പറയുന്നത് അവരുടെ മതപരമായ കാഴ്ചപ്പാടിൽ കൂടി വലിയ ഒരു തെറ്റാണ്. ഒരിക്കലും ഇറാനിന്റെ നിലപാടിനോട് മുസ്ലിം ലോകത്തിന് കൂട്ടുനിൽക്കാൻ സാധിക്കുകയില്ല, പറ്റില്ല. മുസ്ലിം രാജ്യങ്ങളെ ആക്രമിക്കുക എന്ന് പറയുന്നത് അവരുടെ, അദ്ദേഹം ഈ എൻ്റെ മതത്തിനും എൻ്റെ ഇസ്ലാമിനും എതിരാന്ന് പോലും പറയുന്നില്ല, അവരുടെ എന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു നിഷ്പക്ഷനായ നിരീക്ഷകൻ, ഞാനില്ല നിഷ്പക്ഷ നിലപാട് പറയുന്ന പോലെ പുള്ളി പറയുന്നത്. അവരുടെ സംഗതിക്ക് എതിരാണ് മുസ്ലിങ്ങൾ പരസ്പരം ആക്രമിക്കുന്നത്. അതേസമയം മുസ്ലിം രാജ്യങ്ങളെ ബാക്കി ജാതിയിൽപ്പെട്ട രാജ്യങ്ങൾക്ക് ആക്രമിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് അമേരിക്ക ഫലസ്തീനെ ആക്രമിച്ചാൽ കുഴപ്പമില്ല, ഇസ്രയേൽ ഈ മിഡിൽ ഈസ്റ്റിലെ ഏത് രാജ്യങ്ങളെ ആക്രമിച്ചാലും കുഴപ്പമില്ല. മുസ്ലിങ്ങൾ പരസ്പരം അങ്ങനെ ആക്രമിക്കുന്നത് അവരുടെ മതത്തിനെതിരാണ്, മറ്റേതൊന്നും മതത്തിനെതിരുമല്ല. ഇപ്പോൾ ഒന്നാമത്തെ ഭാഗം എത്ര മനോഹരമായിട്ടാണ് പറയുന്നത്. ഒന്നാമത്തെ ഭാഗം രാജ്യങ്ങളെല്ലാം അതിർത്തി കാത്തു സൂക്ഷിക്കണം, നയതന്ത്ര ബന്ധങ്ങളിലെ അതിൻ്റെ ഏറ്റവും മികവാർന്ന വാക്കുകളാണ് കാന്തപുരം ഹക്കീം അസ്ഹരി ഉസ്താദ് പറയുന്നത്. രണ്ടാമത്തെ ഭാഗം മുസ്ലിം രാജ്യങ്ങൾ തമ്മിൽ ആക്രമിക്കുന്നതിൻ്റെ മതവിധിയാണ് പുള്ളി പറഞ്ഞത്. ഇനി അതിൻ്റെ മൂന്നാമത്തെ ഭാഗം. ലോകത്തിന് മുഴുവനും അന്നം നൽകുന്ന രാജ്യങ്ങളാണ് ഗൾഫ് രാജ്യങ്ങൾ. യൂറോപ്പിനും അമേരിക്കക്കാരനും ജാപ്പാൻകാരനും ചൈനക്കാരനും അവന്റെ അന്നത്തിന്റെ വക കണ്ടെത്തുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ്. എന്തിനാണ് യാതൊരു പ്രകോപനത്തിനും ഇല്ലാത്ത ആളുകളെ ചൊറിയാൻ പോകുന്നത്? തികച്ചും അത് പ്രകോപനപരമാണ്. ഒരിക്കലും അതിനോട് കൂട്ടുനിൽക്കാൻ കഴിയുകയില്ല. അതേ പ്രകാരം എന്ത് നല്ല സംഗതിയാ അതിൻ്റെ ആ ഒരു ക്രക്സ്, എന്തൊരു ഭംഗിയുണ്ട് എന്നാലോചിച്ച് നോക്ക്. ലോകത്തിന് മുഴുവൻ അന്നം നൽകുന്നത് അവരാണ്. അതുകൊണ്ട് അന്നം നൽകുന്നതുകൊണ്ട് ഇറാൻ അവരെ ആക്രമിച്ചത് ശരിയായില്ല. ഇറാനെ ആക്രമിക്കുമ്പം ആ ആക്രമിക്കാൻ വരുന്നവർക്ക് പരവതാനി വിരിച്ച് അവർക്ക് ചാപ്പാടുമൊക്കെ കൊടുത്ത് അവിടെ നിർത്തിയേക്കുന്നത് ശരിയാണെന്നോ ഉസ്താദെ? അല്ല. ഇപ്പോൾ ഉസ്താദിൻ്റെ സുന്നി വിഭാഗത്തെ വിമർശിക്കാൻ വേറൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ വിസ്ഡം വരുന്നെന്നിരിക്കട്ടെ. വിസ്ഡം വന്ന് നമ്മുടെ നോളജ് സിറ്റിയുടെ അപ്പുറത്തെ ഒരു വീട്ടിൽ വെച്ച് ഈ പറയുന്ന അങ്ങയുടെ നോളജ് സിറ്റിയെ വിമർശിക്കുന്നു, ഭയങ്കരമായി വിമർശിക്കുന്നു. ആ വീട്ടുകാരനതിൽ ഉത്തരവാദിത്വം ഉണ്ടോ? ഉണ്ടോ ഉസ്താദെ? എന്തായാലും ഈ കാര്യത്തെങ്കിലും ഹക്കീം അസ്ഹരി ഉസ്താദ് നമ്മുടെ വിസ്ഡം ഗ്രൂപ്പുമായി യോജിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം മുസ്ലിം സമുദായ സംഘടനകൾ യോജിക്കുന്നത് നല്ലതാണ്. എന്ന് പറയുമ്പം ഞാൻ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെ ആക്രമിക്കുന്നതിന് അനുകൂലിക്കുന്ന ആളല്ല. ഞാൻ ഒരേ സമയം ഇറാനെ ഇസ്രയേൽ ആക്രമിച്ചത് ഏറ്റവും മോശമായ കാര്യമാണെന്നും ഏറ്റവും നീചമാണെന്നും ഒരു രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് ഒരു പ്രഭാതത്തിൽ ആ രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ കൊന്നത് ഏറ്റവും നികൃഷ്ടമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ നികൃഷ്ട പ്രവൃത്തി കാണിച്ചവരോട് അതേ നികൃഷ്ടഭാവത്തിൽ പ്രതിഷേധിക്കുകയും പ്രതികരിക്കുകയും ചെയ്യേണ്ടത് അറബ് ലോകത്തിൻ്റെ ആവശ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അറബ് ലോകത്തെ ആക്രമിക്കുന്നതിനോ ആ രാജ്യങ്ങളെ തകർക്കുന്നതോ ഒന്നും അനുകൂലിക്കുന്ന ആളല്ല ഞാൻ. അവിടെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരുപാട് പേർക്ക് അന്നമുണ്ട്, സംഗതിയുണ്ട്, ഇതെല്ലാം ഉണ്ട്. അതിനേക്കാൾ കൂടുതൽ അന്നം ഇപ്പോൾ ഇവരൊക്കെ തിന്ന് കൊഴുത്ത് തടിച്ച് ബാക്കിയുള്ള രാജ്യങ്ങളെ കൊല്ലാൻ വേണ്ടിയുള്ളതും കഴിക്കുന്നതും അവിടെ നിന്നാണ്. അതവിടുത്തെ ഭരണാധികാരികൾക്ക് തിരിച്ചറിയാനാവണം. ഇവരുണ്ടെങ്കിലേ ഞങ്ങളുള്ളൂ എന്ന വിശ്വാസം അതിൽ നിന്ന് മാറണം. പൈസാ നബിയാണ് ഈസാ നബി എന്ന് വിശ്വസിക്കുന്ന കുറച്ച് പേര് ഒരു വശത്തുണ്ട്. എന്നാൽ ഈ പൈസാ നബിയും ഈസാ നബിയും ഒക്കെക്കാളും പടച്ചതമ്പുരാനാണ് വലുതെന്ന്
പറയുന്നതാണ് നമ്മുടെ വിശുദ്ധ ഗ്രന്ഥവും ഇപ്പോൾ കടന്നുപോയ വിശുദ്ധ റമദാനും എല്ലാം. അതുകൊണ്ട് ഹക്കീം അസേരി ഉസ്താദ് പറഞ്ഞു കൊടുക്കേണ്ടത് അതാണ്. എങ്ങനെ ഈ പറഞ്ഞ മുസ്ലിം രാജ്യങ്ങൾ തമ്മിലല്ല, ഹിന്ദു രാജ്യവും മുസ്ലിം രാജ്യമായിട്ടായാലും, ക്രിസ്ത്യൻ രാജ്യവും മുസ്ലിം രാജ്യമായിട്ടായാലും, ജൂതരാജ്യവും മുസ്ലിം രാജ്യമായിട്ടായാലും എല്ലാവരുമായിട്ടുള്ളത് അനീതിയാണ്. പ്രവാചകൻ യുദ്ധത്തിൻ്റെ നീതികൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ നീതികളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ആ പ്രവാചകൻ്റെ മാതൃക എന്തായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കണം. ആ പ്രവാചകൻ എന്തിനു വേണ്ടിയിട്ടാണ്, പ്രവാചകനെ പോലും തേടി പിടിച്ചാക്രമിക്കാൻ വന്നവരെയാണ് പ്രവാചകൻ പിന്നെ പടച്ചവൻ്റെ സഹായത്തോടെ കടന്നാക്രമിച്ചത്. യഥാർത്ഥത്തിൽ ഇറാൻ ആരെങ്കിലും ആക്രമിക്കാൻ പോയവരാണോ? അല്ല. അവരെന്താ ചെയ്തത്? അവരവരുടെ രാജ്യത്തിനകത്ത് ജീവിച്ചു, ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു, അവർ അണുവായുധം ഉണ്ടാക്കുന്നു. അവർ മാത്രമല്ലല്ലോ ലോകത്തുണ്ടാക്കുന്നത്, അതിൻ്റെ ചുറ്റുമുള്ളവരെല്ലാം ഉണ്ടാക്കുന്നില്ലേ? അവർക്കെല്ലാം ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ഇറാന് മാത്രമില്ല. അവർ കരാറിന് തയ്യാറാണ്, ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് ട്രംപിന് മുൻപിരുന്ന ഭരണകൂടവുമായി അവർ കരാറിൽ ഏർപ്പെട്ടു. ആ കരാർ ഏകപക്ഷീയമായി പിൻവലിച്ചിട്ടാണ് യവനിത് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ ഈ കിസ്സ ഹക്കീം അസേരി പറയുന്നതിനോട് ഒരു കാരണവശാലും യോജിക്കാൻ പറ്റില്ല. അത് ഹക്കീം ഉസ്താദിൻ്റെ കിസ്സയാണത്. ലോകത്ത് പ്രശ്നമൊന്നും ഉണ്ടാവരുത്, സമാധാനം ഉണ്ടാവണം, അറബ് രാജ്യം ആക്രമിക്കപ്പെടരുത്, അവരുടെ വിഭവങ്ങൾ നശിപ്പിക്കപ്പെടരുത്. അവർ നശിപ്പിക്കപ്പെട്ടാൽ ലോകത്തിന് ഒരുപാട് നഷ്ടമുണ്ട്. ഇതെല്ലാം വാസ്തവം, ഒരു തർക്കവുമില്ല. അതുപോലെ തന്നെ വാസ്തവവും അനീതിയുമാണ് ഈ പറയുന്ന ഇറാന് മേൽ ഈ നടത്തുന്ന കനത്ത ആക്രമണം. അതാണ് സത്യം. അത് ഉസ്താദ് ഇതിൻ്റെ മുമ്പിലോ പിമ്പിലോ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.